തെരഞ്ഞെടുപ്പിൽ ജനവിധി എതിരായിട്ടും CPM-കാരുടെ അഹന്തയ്ക്ക് ഒരു കുറവും വന്നിട്ടില്ലെന്ന് തെളിയിക്കുന്ന നിരവധി സംഭവങ്ങളാണ് അരങ്ങേറിയത്. അഹിംസയുടെ പ്രവാചകനായ ഗാന്ധിജിയുടെ പ്രതിമ തകർക്കുക, ഇന്ദിരാഗാന്ധി പ്രതിമയ്ക്ക് ബോംബെറിയുക, വടിവാളുമേന്തി വീടുകൾ ആക്രമിക്കുക, ആളുകളെ ഭീഷണിപ്പെടുത്തുക തുടങ്ങിയ നിരവധി ഫാസിസ്റ്റ് സംഭവങ്ങളാണ് പുറത്തുവന്നത്. തോറ്റു തൊപ്പിയിട്ടതോടെ CPM-ന്റെ നിലതെറ്റി പിന്നെ കാണുന്നവനെയൊക്കെ വാളും കത്തിയും കൊണ്ടാണ് നേരിട്ടത്. എടുത്തുചാട്ടം നിങ്ങൾക്ക് നല്ലതല്ല എന്നും ക്ഷമയോടെ കാത്തിരിക്കണമെന്നുമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. തദ്ദേശം കയ്യിൽ നിന്നും പോയതോടെ നിലതെറ്റിയ നേതാക്കൾ വാക്കും പ്രവൃത്തിയും ആക്രമണങ്ങളിലേക്ക് എത്തിക്കുകയാണ്. എന്നിട്ടിപ്പോൾ എന്തായി എന്ന് ചോദിച്ചാൽ ആവേശം കെട്ടടങ്ങുന്നതിന് മുൻപേ ജയിലിലാകേണ്ട അവസ്ഥയായി. കണ്ണൂർ പാനൂരിൽ വടിവാൾ സംഘം ആക്രമണം നടത്തിയ സംഭവത്തിൽ 5 CPM പ്രവർത്തകർ അറസ്റ്റിലാണ്. പാറാട് സ്വദേശികളായ അമൽ, ശ്രീജു, ജീവൻ, റനീഷ്, സച്ചിൻ എന്നിവരാണ് പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. രാമന്തളിയിൽ ഗാന്ധി പ്രതിമ തകർത്ത സംഭവത്തിലും പയ്യന്നൂരിൽ UDF ഓഫീസിനു നേരെ ആക്രമണം നടത്തിയ സംഭവത്തിലും പ്രതികളെ പിടികൂടിയിട്ടില്ല. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുന്നതായി പയ്യന്നൂർ പോലീസ് പറഞ്ഞു. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തുവന്നതിന് പിന്നാലെയാണ് ശനിയാഴ്ച വൈകിട്ട് കണ്ണൂർ പാനൂരിൽ UDF-ന്റെ ആഹ്ലാദ പ്രകടനത്തിന് നേരെ വടിവാളുമായി CPM അക്രമം അഴിച്ചുവിട്ടത്. ലീഗ് പ്രവർത്തകരുടെ വീടുകളിൽ കയറിയ അക്രമികൾ ചിലർക്ക് നേരെ വടിവാൾ വീശി. പാറാട് ടൗണിലുണ്ടായ കല്ലേറിൽ നിരവധി UDF പ്രവർത്തകർക്ക് പരിക്കേറ്റു. 25 വർഷങ്ങൾക്ക് ശേഷമാണ് കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് UDF പിടിച്ചത്. ഇതിന്റെ ഭാഗമായിട്ടാണ് പാറാട് ടൗണിൽ ആഹ്ലാദ പ്രകടനം നടന്നത്. ഇതിനിടയിലേക്ക് വാഹനങ്ങളിലെത്തിയ CPM പ്രവർത്തകർ UDF-കാർക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. വ്യാപകമായ കല്ലേറുണ്ടായി. വടികൾ കൊണ്ട് ആളുകളെ ആക്രമിച്ചു. ഇതിനിടെ ലീഗ് ഓഫീസ് അടിച്ചു തകർത്തു. കല്ലേറിൽ പോലീസ് ബസിന്റെ ചില്ലുകൾ തകർത്തു. ആൾക്കൂട്ടത്തിനിടയിലേക്ക് സ്ഫോടക വസ്തുക്കളും എറിഞ്ഞു. UDF പ്രവർത്തകരെ തെരഞ്ഞു വടിവാളുമായി വീടുകളിലേക്ക് പാഞ്ഞു കയറി ചിലർക്ക് നേരെ വാളോങ്ങുകയും ചെയ്തു. അരിശം തീരാഞ്ഞ് നിർത്തിയിട്ടിരുന്ന കാറും ബൈക്കും വെട്ടിപ്പൊളിച്ചു. മണിക്കൂറുകളോളം പാറോടും പരിസരത്തും CPM അക്രമി സംഘം അഴിഞ്ഞാടുകയായിരുന്നു. വീടുകളിലെത്തുമ്പോൾ മുഖം മനസ്സിലാവാതിരിക്കാൻ പാർട്ടി കൊടി കൊണ്ട് മുഖം മറച്ചു. പോലീസ് നോക്കി നിൽക്കുകയായിരുന്നു കലാപസമാനമായ അക്രമങ്ങൾ. സംഭവത്തിൽ 50ഓളം CPM പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ഇതിനും പിന്നാലെയാണ് 5 പേരെ അറസ്റ്റ് ചെയ്തത്. കൊളവല്ലൂർ പോലീസാണ് കേസെടുത്തത്. എന്തായാലും ഈ ആക്രമണത്തെ വെറുതെ വിടാൻ കോൺഗ്രസ് ഒരുക്കമല്ല. മുഖ്യമന്ത്രിയുടെയും CPM സംസ്ഥാന സെക്രട്ടറിയുടെയും നാട്ടിൽ നടക്കുന്ന ഈ ആക്രമണങ്ങൾക്ക് പാർട്ടിയുടെ ഒത്താശയുണ്ടെന്ന് ബലമായി സംശയിക്കുന്നു. അക്രമ സംഭവങ്ങളിലെല്ലാം പോലീസ് തികച്ചും നിഷ്ക്രിയമായിരുന്നു. അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇത് തീക്കളിയാണ്. പ്രവർത്തകരെ സംരക്ഷിക്കാൻ പാർട്ടി പ്രതിജ്ഞാബദ്ധമാണെന്നും വ്യക്തമാക്കിക്കൊണ്ട് പകരം വീട്ടിയിരിക്കുമെന്ന് ഉറപ്പിക്കുകയാണ് സണ്ണി ജോസഫ്. കണ്ണൂർ ഉളിക്കൽ, മണിപ്പാറ, വടകര, ഏറാമല, തുരുത്തിമുക്ക് എന്നിവിടങ്ങളിലെ കോൺഗ്രസ് ഓഫീസുകളും ആക്രമിക്കപ്പെട്ടു. ഇന്ദിരാഗാന്ധി പ്രതിമ ബോംബെറിഞ്ഞ് തകർത്തു. കാസർഗോഡ് ബേഡക്കത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും ആക്രമണം നടത്താനെത്തിയ പോലീസുകാരെയും ആക്രമിച്ചു. ബത്തേരിയിൽ UDF ആഹ്ലാദ പ്രകടനത്തിന് നേരെ കമ്പിവടികൾ ഉപയോഗിച്ച് ആക്രമിച്ചു. മലപ്പട്ടം, തളിപ്പറമ്പ് തുടങ്ങിയ സ്ഥലങ്ങളിലും നേരത്തെ CPM അക്രമം അഴിച്ചുവിട്ടിട്ടുണ്ടെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു.